നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ സജീവമായി ഇടപെടുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. വന്യജീവി ആക്രമണങ്ങളിൽ പെടുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ പരിഗണിക്കും. പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡ് ആസ്ഥാനം സന്ദർശിച്ച് മന്ത്രി. റബ്ബറിന് താങ്ങുവില 250 രൂപ. ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. ജൂലൈ 3 മുതൽ വില പ്രാബല്യത്തിൽ. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്തായി. LDFന്റെ അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് കൗൺസിലർമാരും വോട്ട് ചെയ്തു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രാഷ്ട്രപതിക്ക് ഭീമഹർജി സമർപ്പിച്ചു. കോട്ടയത്ത് പ്രകടനവും യോഗവും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ സജീവമായി ഇടപെടുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണവും ആക്രമിക്കപ്പെടുന്നവർക്കായി ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണിക്കും. പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡ് ആസ്ഥാനം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. കേരള ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡ് ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ ഹരിയുമായി മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തി. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് പറഞ്ഞു. റബ്ബർ കർഷകരോട് ഏറെ പ്രതിബദ്ധതയുള്ള ഈ സർക്കാർ റബ്ബർ കൃഷി സജീവമാക്കുന്നതിൽ ക്രിയാത്മക നടപടികൾ സ്വീകരിക്കും. വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണവും ആക്രമിക്കപ്പെടുന്നവർക്കായി ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതിക കാരണങ്ങൾ മൂലം സ്ഥിരതാ ഫണ്ടിൽ നിന്ന് കർഷകർക്ക് കിട്ടാനുള്ള 20 കോടി രൂപ പെട്ടെന്ന് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. അങ്ങനെ നിരന്തരമായി വിഷയത്തിൽ നിന്നിട്ടുള്ളൊരു സാഹചര്യങ്ങൾ കൂടി നമുക്കുള്ളതുകൊണ്ട് ഇതിനോട് കമ്മിറ്റ്മെന്റ് നമുക്ക്. അതുകൊണ്ട് വെച്ചാണ് സത്യത്തിൽ മന്ത്രിയായി വന്നപ്പോൾ കോട്ടയത്ത് റബ്ബർ ബോർഡിൽ വരികയും ഇക്കാര്യങ്ങളൊന്നും. അപ്പൊ അതിനൊക്കെ അങ്ങനെ അതെല്ലാം ഒരു രൂപകൽപ്പന ചെയ്യുന്നതിനിടയിലാണ് എന്നെ ഈ ചെയർമാനായത്. ഞാനതൊരു ഭാഗ്യമായും ഒരു അനുഗ്രഹമായി കരുതി. തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു ജോയിന്റ് മൂവ്മെന്റ് ഉണ്ടാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ വരാനും നമുക്ക് കാര്യങ്ങളെല്ലാം വിലയിരുത്തുവാനും വേണ്ടി ആദ്യം തന്നെ സമയം കണ്ടെത്താൻ തീരുമാനിച്ചു. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി യോഗത്തിൽ അധ്യക്ഷനായി. റബ്ബർ ഉൽപാദന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി റബ്ബറിന്റെ വിപണി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നാമമാത്ര തുക മാത്രമാണ് സർക്കാരിന് ചെലവഴിക്കേണ്ടതായി വരുന്നത്. ആയതിനാൽ ചെലവിടാതെ ശേഷിക്കുന്ന തുക റബ്ബർ കർഷകർക്ക് കൂടുതൽ പ്രയോജനകരമായ പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്ന് എൻ ഹരി ആവശ്യപ്പെട്ടു. ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു യോജിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നടന്നത്. അതായത് നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്കറിയാം, നേരത്തെ തൊട്ടേ പല സഹായങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ത്രിപുരയാണെങ്കിലും ആസാമാണെങ്കിലും കാർഷിക മേഖലയിൽ കൂടി ഉൾപ്പെടുത്തി അത്തരം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആ മാതൃകയിൽ നമുക്ക് കേരളത്തിലും ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് റബ്ബറിൻ്റെ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ, റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ സിജു ടി, പരിശീലന ഡയറക്ടർ ഡോക്ടർ എച്ച് പ്രിയവർമ്മ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്നാണ് ഉത്തരവിറങ്ങിയത്. കിലോഗ്രാമിന് 200 രൂപയായിരുന്നു. ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന് കർഷകരും റബ്ബർ ഉൽപാദക സംഘങ്ങളും ജനപ്രതിനിധികളും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. അതേസമയം കർഷക സ്വപ്നങ്ങളിൽ പച്ച പുതപ്പിച്ച് റബ്ബർ വില കുതിക്കുകയാണ്. ചരിത്രം കുറിച്ച് 300 രൂപ കടന്നേക്കുമെന്ന സൂചന നൽകിയാണ് വിലയിലെ കുതിപ്പ്. ഷീറ്റ് റബ്ബറിനും ലാറ്റക്സിനും റെക്കോർഡ് വിലയ്ക്കാണ് വ്യാപാരം നടക്കുന്നതെങ്കിലും പ്രതികൂല കാലാവസ്ഥയും തൊഴിലാളിക്ഷാമവും കാരണം ഉൽപാദനം കുറവായതിനാൽ ഭൂരിഭാഗത്തിനും വിലവർധനയുടെ പ്രയോജനം ലഭ്യമാകാത്തത് കർഷക പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നുമുണ്ട്. മേന്മയേറിയ RSS 4 റബ്ബറിന് ഇന്നലെ 276
256 രൂപയായിരുന്നു റബ്ബർ ബോർഡ് വില. RSS-5 ഗ്രേഡ് കിലോയ്ക്ക് 270 രൂപയും തരംതിരിക്കാത്തതിന് 242 രൂപയുമാണ് വില. റബ്ബർ ഷീറ്റിനൊപ്പം ഒട്ടുപാലിനും പ്രിയമേറിയിട്ടുണ്ട്. ഒട്ടുപാൽ വിലയും കുതിക്കുന്നുണ്ട്. 166 രൂപയ്ക്ക് വരെ വ്യാപാരികൾ ഒട്ടുപാൽ വാങ്ങുന്നുണ്ടെന്നാണ് സൂചന. മിക്ക തോട്ടങ്ങളിലും തൊഴിലാളി ക്ഷാമത്തെ തുടർന്ന് ഉൽപാദനം നടക്കാത്തതിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം ഉൽപാദനത്തിൽ ഇടിക്കുന്ന ഇടിവും വിലവർദ്ധനവിലും കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വർഷകാലമായിട്ടും മഴ മാറി നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന കടുത്ത ചൂട് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാക്കുന്നുമുണ്ട്. മഴക്കാലമായതിനാൽ ടാപ്പിംഗ് നടക്കുന്ന തോട്ടങ്ങളും കുറവാണ്. പ്രമുഖ ഉൽപാദക രാജ്യങ്ങളായ തായ്ലാന്റ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതാണ് രാജ്യാന്തര വിപണിയിൽ റബ്ബറിന് പ്രിയമേറ്റുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. UDF സ്വതന്ത്ര മുന്നണി ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്തായി. 4 കോൺഗ്രസ് കൗൺസിലർമാർ വിപ്പ് ലംഘിച്ച് അവിശ്വാസത്തെ അനുകൂലിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷ എന്ന ഖ്യാതിയിൽ അധികാരത്തിലെത്തിയ ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്ത്. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. UDFിലെ സ്വതന്ത്ര മുന്നണിയിലെ ചെയർപേഴ്സണായിരുന്നു ദിയ ബിനു. കോൺഗ്രസിലെ 4 കൗൺസിലർമാർ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്തു. സ്വതന്ത്രയായ മായ രാഹുലും എത്തിയിരുന്നു. കോൺഗ്രസിലെ ലിസിക്കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവരും LDFിന്റെ 12 അംഗങ്ങളും അവിശ്വാസത്തിൽ പങ്കെടുത്തു. അവിശ്വാസം അനിവാര്യമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ പറഞ്ഞു. ആ അവിശ്വാസ നോട്ടീസിൽ ഞങ്ങളെ നേരത്തെ സൂചിപ്പിച്ചു, വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിക്കാനല്ല, അതേ സ്ഥാനത്തിനെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ ഭരണം വന്നു. പക്ഷേ ഞങ്ങളുടെ നിലപാടുകൾക്ക് ഞങ്ങൾക്ക് മാറ്റമില്ല. നിലപാടുകളാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, സ്വതന്ത്ര മുന്നണിയുമായിട്ടും പരോക്ഷമായിട്ടും പോലും ഒരു കൂട്ടുകെട്ട് ഞങ്ങളില്ല. കാരണം സ്വതന്ത്ര മുന്നണിയുടെ യഥാർത്ഥ കുടുംബ മുന്നണിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇത്. പാരമ്പര്യമുണ്ടായിരുന്നു. ആ പാരമ്പര്യം കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് പാലായുടെ പാരമ്പര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാണിസാറ് കരുതി വെച്ച ആ പാലായുടെ പാരമ്പര്യമാണ് ഈ 6 മാസക്കാലം ഇവിടെ നഷ്ടപ്പെടുത്തിയത്. അത് തിരിച്ചു പിടിക്കാൻ സമാന ചിന്താധികാരുമായിട്ട് പാലായുടെ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന നല്ല ആൾക്കാരുമായിട്ട് ചേർന്ന് ഭരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഞങ്ങളുടെ. അപ്പോൾ ഭരണം കേരള കോൺഗ്രസ് പിടിക്കുമെന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പിടിക്കുന്നല്ലോ. ഭരണം പാല അനാഥമാകിയതാണ്. നേരത്തെ പറയാം, പാല അനാഥമാകിയതാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു ഭരണത്തിന് അസ്ഥിരത ഉണ്ടാക്കിയതാണ്. സ്വതന്ത്ര കൗൺസിലിലെ 3 പേരും കേരള കോൺഗ്രസിലെ 3 പേരും KDPയിലെ 1 അംഗവും എത്തിയില്ല. അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ച് DCC കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു. വിപ്പ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ഭരണാധികാരി. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്ക് ഭീമഹർജി സമർപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് പ്രകടനവും യോഗവും നടത്തി. കോട്ടയം ജില്ലയിലെ സർവീസ് പെൻഷൻകാർ ഒപ്പിട്ട ഭീമഹർജി ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഏറ്റുവാങ്ങി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രകടനവും യോഗവും നടത്തി. കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തെ തുടർന്ന് സിവിൽ സ്റ്റേഷന് മുമ്പിലായിരുന്നു യോഗം നടന്നത്. പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും സമയബന്ധിത പെൻഷൻ പരിഷ്കരണവും ഇല്ലാതാക്കുന്ന വാലിഡേഷൻ ഓഫ് ദി സെൻട്രൽ സിവിൽ സർവീസ് പെൻഷൻ റൂൾസ് റദ്ദു ചെയ്യുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കേന്ദ്ര ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പരിശോധനാ വിഷയങ്ങളിൽ പെൻഷൻ പരിഷ്കരിക്കുന്നതിന് ശുപാർശ നൽകാൻ നിർദ്ദേശിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാഷ്ട്രപതിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നത്. പ്രകടനത്തെ തുടർന്ന് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ സർവീസ് പെൻഷൻകാർ ഒപ്പിട്ട ഭീമഹർജി ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഏറ്റുവാങ്ങി. തുടർന്ന് യോഗവും ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പെൻഷൻകാരിൽ ഏറെ പേരും വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഇനി നാളെ 2004 ശേഷം സർവീസിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് ആ പെൻഷൻ ഇല്ല. ആ പെൻഷനും ഇനി വരുന്നവർക്ക്, പുതിയതായി വരുന്നവർക്ക് ഇതിലും വഷളായ പെൻഷൻ സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടികളുമൊക്കെ ആയിട്ട് സർക്കാരുകൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് കിട്ടാനുണ്ടെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും നല്ല ബോധമാണ്. കൃഷി കിട്ടാനുണ്ട്, പരിഷ്കരണം കിട്ടാനുണ്ട് തുടങ്ങി ഇനി കിട്ടാനുള്ളതിനെ സംബന്ധിച്ചും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് പൂർണ്ണമായും അറിവില്ലെങ്കിലും എല്ലാവർക്കും കൃത്യമായിട്ട് അറിവില്ല. 2% കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്നൊന്നും കൃത്യമായിട്ട്
ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി യു ചന്ദ്രശേഖരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ നായർ, കേന്ദ്ര പെൻഷൻ സംഘടന ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് പോത്തൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MS ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മെഡിക്കൽ കോളേജ് വളപ്പിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തിലെ സംസ്ഥാന സർക്കാരിന്റെ യു-ടേൺ നിലപാടുകളെ വിമർശിച്ച് മുൻ മന്ത്രി VN വാസവൻ. മെഡിക്കൽ കോളേജുകളിൽ ആശുപത്രി അധികൃതർ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം അപ്രായോഗികവും അശാസ്ത്രീയവുമാണെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് വളപ്പിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും പിന്നീട് തിരുത്തുകയും ചെയ്യുന്ന സർക്കാരിന്റെ യു-ടേൺ നിലപാടുകളെ വിമർശിച്ച് മുൻ മന്ത്രി VN വാസവൻ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം അതിനെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് തിരുത്തി പറയുന്ന നിലപാടാണ് സർക്കാരും ആരോഗ്യമന്ത്രിയും തുടക്കം മുതൽ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മെഡിക്കൽ കോളേജുകളിൽ ആശുപത്രി അധികൃതർ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം തികച്ചും അപ്രായോഗികവും അശാസ്ത്രീയവുമാണ് എന്നും VN വാസവൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രി എത്തിക്കുമ്പോൾ പൊതി മാത്രമല്ല, നമുക്ക് ആവശ്യത്തിനുണ്ടോ 2, 3, 4 ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ പട്ടിണി കിടക്കാതെ പോകുന്ന ഒരു സാഹചര്യം പൊതുവിൽ നാട്ടുപ്രദേശത്തെ നഗരപ്രദേശത്തെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു കൊണ്ടിരുന്ന ചോറ് നാട്ടിലാകെ വലിയ രൂപത്തിൽ ആശ്വാസം പോരുന്നൊരു പ്രവർത്തനം എന്ന രൂപത്തിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന രൂപത്തിലേക്കുള്ളൊരു പ്രഖ്യാപനം നടത്തുക, അതിന് നിരോധനത്തിൻ്റെ ഉത്തരവ് വരിക, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത് രൂപത്തിലേക്ക് വരിക. ഒരു യു-ടേൺ ഗവൺമെൻറ്റാണ് ആദ്യം മുതൽ ഈ ഗവൺമെൻറ് നമ്മൾ കണ്ടു. അത് എല്ലാ വകുപ്പിലും ഇതുപോലെ തന്നെ വന്നു. ഡിവൈഎഫ്ഐ, അഭയം ചാരിറ്റബിൾ സൊസൈറ്റി, നവജീവൻ, എന്റെ ഗ്രാമം സൊസൈറ്റി തുടങ്ങി നിരവധി ചാരിറ്റബിൾ സംഘടനകൾ യാതൊരു ലാഭേച്ഛയുമില്ലാതെയാണ് ഇവിടെ സൗജന്യ ഭക്ഷണം എത്തിക്കുന്നത്. വിതരണം ചെയ്യുന്നവരുടെ ബോർഡുകൾ വെച്ച് കൃത്യമായ മേൽനോട്ടത്തിൽ ഭക്ഷണം നൽകുന്നത് പിഴവുകൾ കണ്ടുപിടിക്കാനും തിരുത്താനും സഹായിക്കും. മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പോലും ഇത്തരത്തിൽ ബോർഡ് വെച്ച് സംഘടനകൾ ഭക്ഷണം നൽകുന്നുണ്ട്. കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടങ്ങളിൽ പണമുണ്ടെങ്കിൽ പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ടായപ്പോൾ ജില്ലാ കളക്ടറുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഹോട്ടൽ വാടകയ്ക്കെടുത്ത് പ്രതിദിനം 3 നേരം സൗജന്യ ഭക്ഷണം നൽകിയത്. 1.5 വർഷത്തോളം നീണ്ട പ്രവർത്തനത്തിലൂടെ 15 ലക്ഷത്തോളം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തതെന്നും ഇത്തരത്തിലുള്ള മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനങ്ങളെ തടയുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും VN വാസവൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ സജീവമായി ഇടപെടുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. വന്യജീവി ആക്രമണങ്ങളിൽ പെടുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ പരിഗണിക്കും. പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡ് ആസ്ഥാനം സന്ദർശിച്ച് മന്ത്രി. റബ്ബറിന് താങ്ങുവില 250 രൂപ. ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. ജൂലൈ 3 മുതൽ വില പ്രാബല്യത്തിൽ. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്തായി. LDFന്റെ അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് കൗൺസിലർമാരും വോട്ട് ചെയ്തു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രാഷ്ട്രപതിക്ക് ഭീമഹർജി സമർപ്പിച്ചു. കോട്ടയത്തെ പ്രകടനവും യോഗവും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.